മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാനിയയെ വിളിച്ചിറക്കി കൊണ്ടുപോകുവാൻ ഷാൻ പാർട്ടിക്കാരെയും പോലീസുകാരെയും കൂട്ടി വരികയാണ്. എന്നാൽ അലീന തടഞ്ഞതുകൊണ്ട് ടാനിയ അവർക്കൊപ്പം പോയില്ല. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മയക്കത്തിലായിരുന്ന അലീന വലിയ ശബ്ദം കേട്ട് കണ്ണു തുറന്നു. അവൾ എൽസമ്മയുടെ മുറിയിൽ സോഫ കമ്പെഡിൽ കിടക്കുകയായിരുന്നു. അവൾ വാതിൽ കടന്ന് ലിവിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും ബബിതയും ടാനിയും ടെൽസയും ടോജോയും പേടിച്ചു വിറച്ച് ഓടി വന്നു. വീടിന്റെ വാതിലുകളിലും ജനാലകളിലും കല്ലുകൾ വന്ന് പതിക്കുന്ന ഒച്ച ഇടതടവില്ലാതെ മുഴങ്ങി. അലീന വീട്ടിനുള്ളിലെയും പുറത്തെയും ലൈറ്റുകളെല്ലാം ഓൺ ചെയ്തു. ജനാലച്ചില്ലുകൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നു. വീടിന് മുന്നിൽ നിന്ന് നായ്ക്കൾ ഗർജിക്കുന്നത് കേൾക്കാമായിരുന്നു. ടെൽസയും ടോജോയും ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ടാനിയയുടെ മുഖം പേടികൊണ്ട് വിളറി വെളുത്തു. ടെൽസ പേടിച്ച് കരയാൻ തുടങ്ങി. കല്ലേറ് തുടർന്നുകൊണ്ടേയിരുന്നു. ജനാലച്ചില്ലുകൾ തകരുന്ന ശബ്ദം ഇടയ്ക്കിടെ കേൾക്കാമായിരുന്നു. റോഡിന് അഭിമുഖമായുള്ള മുറികളിലേക്ക് പൊട്ടിത്തകർന്ന ജനാലകളിലൂടെ കല്ലുകൾ വന്നു വീണു. ബബിതയും ഭയന്ന് നിൽക്കുകയാണ്. ടെൽസയും ടോജോയും അലീനയുടെ പിന്നിൽ വന്ന് മറഞ്ഞു നിന്നു. അലീന അവരെ എൽസമ്മയുടെ റൂമിലേക്ക് കൊണ്ടുപോയി. ടെൽസിയെയും ടോജോയെയും അവൾ സമാധാനിപ്പിച്ചു. നിങ്ങൾ പേടിക്കണ്ട, കുറെ എറിഞ്ഞ് കൈ കൊഴിയുമ്പോൾ അവർ തിരിച്ചു പോയിക്കോളും. അവരെല്ലാം കൂടി അകത്തോട്ട് കയറി വന്നാലോ ചേച്ചി? ടോജോയ്ക്ക് അതാണ് പേടി. അത് കുഴപ്പമില്ല, നായ്ക്കളുള്ളത് കൊണ്ട് അവർ അത്രയ്ക്ക് ധൈര്യപ്പെടില്ല. അലീന ലിവിംഗ് റൂമിലേക്ക് പോകാൻ ഭാവിച്ചപ്പോൾ ബബിത തടഞ്ഞു. ചേച്ചി ഇപ്പോ അങ്ങോട്ടേക്ക് പോവണ്ട. ഞാൻ വാതിലൊന്നും തുറക്കില്ല മോളെ, പേടിക്കണ്ട. അലീന ലിവിംഗ് റൂമിലെ ലൈറ്റ് അണച്ചു. എന്നിട്ട് പുറത്തെ ലൈറ്റുകളെല്ലാം ഇട്ടു. അല്പം ശമിച്ചിരുന്ന കല്ലേറ് വീണ്ടും പൂർവാധികം ശക്തിയായി. കാറിനുമീതെ കല്ല് വീഴുന്ന ശബ്ദം മുഴക്കത്തോടെ കേൾക്കാമായിരുന്നു. അലീന ഒരു ജനലരികിൽ ചെന്ന് ഭിത്തിക്ക് മറിഞ്ഞു നിന്ന് പുറത്തേക്ക് നോക്കി. റോഡിൽ 6-7 പേരുണ്ടെന്ന് അവൾ കണ്ടു. റോഡ് പണിക്ക് കൊണ്ടുവന്നിറക്കിയ മെറ്റൽ കൂമ്പാരത്തിൽ നിന്നാണ് കല്ല് പെറുക്കി എറിയുന്നത്. അയൽവീടുകളിൽ ലൈറ്റുകൾ തെളിയുകയും ആളുകൾ പുറത്തിറങ്ങുകയും ചെയ്തതോടെ കല്ലേറ് നിർത്തിയിട്ട് അക്രമി സംഘം പിൻവാങ്ങി. അലീന ചെന്ന് മുൻവാതിൽ തുറന്നു. സിറ്റൗട്ടിലും കാർ പോർച്ചിലും മുറ്റത്തുമെമ്പാടും കരിങ്കൽ കഷ്ണങ്ങൾ ചിതറിക്കിടന്നിരുന്നു. കാറിന്റെ പിൻഭാഗത്തെ ചില്ല് വെടിഞ്ഞു കീറിയിരുന്നു. അതിന്റെ ഡിക്കിയും ബമ്പറും ടോപ്പും കല്ലേറിൽ ചുളുങ്ങിയിട്ടുണ്ട്. അയൽക്കാരിൽ ചിലർ അവരവരുടെ സിറ്റൗട്ടുകളിലും ടെറസുകളിലും ഇറങ്ങി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അലീന അകത്ത് കയറി വാതിലടച്ചു. അവര് പോയി, ഇനി പേടിക്കണ്ട, അവൾ കുട്ടികളോട് പറഞ്ഞു. ആരായിരുന്നു ചേച്ചി അവർ? ടോജ ചോദിച്ചു. അത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ടാനിയ ചേച്ചി കൂടെ പോകാത്തതിന്റെ ദേഷ്യം തീർത്തതാ, ബബിത പറഞ്ഞു. ടാനിയയുടെ മുഖം വല്ലാതായി. ഷാൻ ഉണ്ടായിരുന്നു ചേച്ചി കല്ലെറിയാൻ? അവൾ ചോദിച്ചു. എന്തിനാ ഷാൻ? അവന്റെ പിന്നിൽ ആളുണ്ടെന്ന് മനസ്സിലായില്ലേ? അലീന നീരസത്തിലാണ് പറഞ്ഞത്. ടാനിയയുടെ മുഖം താണു. പപ്പയെ വിളിച്ച് പറയണ്ട ചേച്ചി? ബബിത ചോദിച്ചു. വേണ്ട, ഇനി ഈ രാത്രിയിൽ പപ്പയുടെ ഉറക്കം കെടുത്തിട്ട് എന്താ കാര്യം? അവർ ഏതായാലും പോയല്ലോ, നേരം വെളുക്കട്ടെ. ബെഡുകൾ എടുത്തുകൊണ്ടുവന്ന് എൽസമ്മയുടെ മുറിയിലിട്ട് അവിടെയാണ് അലീനയും മറ്റുള്ളവരും രാത്രി കഴിച്ചു കൂട്ടിയത്. രാവിലെ അലീന ഫോണിൽ വിളിച്ച് സ്റ്റാൻലിയെ വിവരം അറിയിച്ചു. സ്റ്റാൻലി അഞ്ചലിൽ നിന്ന് പോലീസിനെയും കൂട്ടിയാണ് വീട്ടിലെത്തിയത്. പോലീസ് വീടും പരിസരവും പരിശോധിച്ചു. സ്റ്റാൻലിയുടെ പരാതിയിന്മേൽ കേസെടുത്ത് എഫ്ഐആറും മറ്റും തയ്യാറാക്കി. വീടിന് 50,000 രൂപയുടെ നഷ്ടമുണ്ടെന്ന് കണക്കാക്കി. കല്ലെറിഞ്ഞവരിൽ ആരെങ്കിലും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? SI അലീനയോട് ചോദിച്ചു. ഇല്ല സാർ, റോഡിൽ വെളിച്ചം കുറവായിരുന്നു, അലീന പറഞ്ഞു. പോലീസ് ആൾക്കാരെ കണ്ട് തെളിവ് ശേഖരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആൾക്കാരും ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. കേസിന് പുറകെ പോകാനും സാക്ഷി പറയാനും അവർക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ആരൊക്കെയാണ് കല്ലെറിഞ്ഞതെന്നറിയാൻ ആ പയ്യനെയും കൂട്ടുകാരെയും വിളിച്ചു ചോദിച്ചാൽ മതിയല്ലോ, സ്റ്റാൻലി പറഞ്ഞു. ആ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. SIയും പോലീസ് സംഘവും തിരിച്ചുപോയി. ഇന്നലെ രാത്രിയിൽ എന്നെ വിളിക്കാൻ ഞാൻ അലീന, സ്റ്റാൻലി നീരസപ്പെട്ടു. രാത്രിയിൽ പപ്പ വന്നിട്ട് എന്തു ചെയ്യാനാ? അവരിന്നലെ പകലും ടാനിയെ വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നായിരുന്നല്ലോ. എന്നിട്ട് എന്നെ വിവരം അറിയിച്ചോ? പപ്പ വന്നാൽ പ്രശ്നം കുറച്ചുകൂടെ വഷളാവത്തേയുള്ളൂ, അതുകൊണ്ടാ. പപ്പയ്ക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കും. പപ്പയുള്ളപ്പോൾ ടാനിയക്കും വാശി കൂടുതലാ. അത് സത്യമാണെന്ന് സ്റ്റാൻലിക്ക് അറിയാം. അയാൾ അടങ്ങി. വൈകുന്നേരം സ്റ്റാൻലി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷണത്തിന്റെ പുരോഗതിയെക്കുറിച്ച് തിരക്കി. കല്ലെറിഞ്ഞത് ആരൊക്കെയാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, SI പറഞ്ഞു. അതെന്താ അങ്ങനെ? പകൽ പോലെ വ്യക്തമല്ലേ കാര്യങ്ങൾ? അവനെയും കൂട്ടുകാരെയും പിടിച്ച് ചോദ്യം ചെയ്താൽ കിട്ടില്ലേ? ഷാൻ ഇന്നലെ സ്ഥലത്തുണ്ടായിരുന്നില്ല,
ആയൂരിലെ ബന്ധുവീട്ടിലായിരുന്നു. വിശ്വസിക്കാവുന്ന തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഷാൻ നേരിട്ട് ചെയ്തതല്ലെങ്കിൽ ചെയ്യിച്ചതാകാം. അവനറിയാതെ ഒന്നും സംഭവിക്കില്ല. താങ്കൾക്ക് അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ടെന്ന എന്റെ വിശ്വാസം, സ്റ്റാൻലി ദേഷ്യത്തോടെ പറഞ്ഞു. ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് അറിയാഞ്ഞിട്ടല്ല സാർ. ഞാൻ മുഖം നോക്കാതെ ആക്ഷൻ എടുത്താൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വീടും കുടുംബവും എല്ലാം കെട്ടിപ്പെറുക്കി കാഞ്ഞാറിലോ പൂഞ്ഞാറിനോ പോകേണ്ടി വരും. എനിക്ക് പകരം വന്ന് ചാർജ് എടുക്കുന്നയാൾ ഞാൻ തുടങ്ങിവെച്ച നടപടികൾ മുഴുവൻ തിരുത്തും. ഫലത്തിൽ സാറിന് നീതി കിട്ടുകയുമില്ല. എനിക്ക് പാരയായി തീരുകയും ചെയ്യും. സാറേ, ഇവിടുത്തെ ഒരു ട്രേഡ് യൂണിയനുള്ള ആളുകളാ അവിടെ വന്ന് വീടിന് കല്ലെറിഞ്ഞത്. പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു. ഇന്നലെ രാത്രി പിള്ളേരെന്തോ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെന്ന്. സാർ കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ടെന്ന് വരുത്തിയാൽ മതി. ആരെയും സംശയിക്കാനും കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്യാനും പോയേക്കരുതെന്ന്. സാറേ, ഈ രാഷ്ട്രീയക്കാർ നന്നാകാതെ പോലീസിന് നന്നാവാൻ കഴിയില്ല. ഞാനൊരു മിലിറ്ററി ഓഫീസറായിരുന്നു. നാടിന്റെ അതിർത്തി സംരക്ഷിക്കാനും നാട്ടുകാരുടെ സുരക്ഷയ്ക്കു വേണ്ടി പൊരുതിയിട്ടുള്ളവനാ. എനിക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരന് എങ്ങനെ നീതി കിട്ടും? സ്റ്റാൻലി രോഷാകുലനായി. നീതി ആർക്ക് കിട്ടുന്നു സാറേ? എന്നെപ്പോലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നീതി കിട്ടുന്നില്ല. എവിടെയെങ്കിലും സംഘർഷമുണ്ടായാൽ അങ്ങോട്ടോടണം. എവിടെയെങ്കിലും വർഗീയ കലാപമോ രാഷ്ട്രീയ സംഘടനമോ ഉണ്ടായാൽ അവിടെ ചെന്ന് ഊണും ഉറക്കവും ഒഴിച്ച് കാവൽ കിടക്കണം. അവരുടെ തെറിവിളിയും കല്ലേറും ഏൽക്കണം. മേലാധികാരികൾക്ക് ചവിട്ടാനായി മുതുകു കുനിച്ചു നിൽക്കണം. അവസാനം ഏതെങ്കിലും ഒരു നാറിയ രാഷ്ട്രീയക്കാരന്റെ അപ്രീതി സമ്പാദിച്ചുകൊണ്ട് കൂടും കുടുക്കയും എല്ലാമായിട്ട് സ്ഥലം മാറ്റണം. ശരി, ഇപ്പോൾ ഞാൻ എന്തു ചെയ്യണം? എന്റെ വീട് എറിഞ്ഞു തകർത്തിരിക്കുകയാണ്. ഞാനിവിടെ പരാതി തന്നു കഴിഞ്ഞു. താങ്കൾ ആക്ഷൻ എടുക്കുന്നില്ലെന്ന് ഇൻഡയറക്റ്റായി പറയുകയും ചെയ്തു. ഞാൻ കൈയും കെട്ടി വെറുതെ ഇരുന്നാൽ മതിയോ? സ്റ്റാൻലി ദേഷ്യത്തോടെ ചോദിച്ചു. സാർ, ഞാൻ മറ്റൊരു കാര്യം ചെയ്യാം. ഗുണ്ടകളുടെ ആക്രമണ ഭീഷണി ഉണ്ടെന്ന് കാണിച്ച് ഒരപേക്ഷ തന്നാൽ വീടിന് പോലീസ് പ്രൊട്ടക്ഷൻ തരാം. അതിന്റെ ആവശ്യമില്ല മിസ്റ്റർ ഇൻസ്പെക്ടർ. നിങ്ങൾ ഇത് കണ്ടോ? സ്റ്റാൻലി ക്രുദ്ധനായി. പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് റിവോൾവർ എടുത്തു കാട്ടി. എന്റെ വീട് ആക്രമിക്കാൻ വരുന്നവനെ ഞാൻ ഇതുകൊണ്ട് നേരിടും. അതിന്റെ കേസ് ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. ലൈസൻസുള്ള തോക്കാണല്ലോ ഇത്. നിങ്ങൾ പാർട്ടി ഗുണ്ടകൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നത് വരെ അവരെറിഞ്ഞ ഒരൊറ്റ കല്ലോ പൊട്ടിയ കണ്ണാടി കഷ്ണമോ പോലും ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് നിന്നും സിറ്റൗട്ടിൽ നിന്നും മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. സാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സാറിനറിയാമോ, മുൻപ് ഇടുക്കിയിലെ സ്റ്റേഷനിലായിരുന്നു ഞാൻ. പാർട്ടി ഗുണ്ടകളിലൊരുത്തൻ അവിടുത്തെ ഒരു കർഷകന്റെ റബ്ബർ കൃഷി വെട്ടി നശിപ്പിച്ചു. കർഷകൻ തന്നെ പ്രതിയെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തന്നു. പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അവിടുത്തെ ലോക്കൽ നേതാവ് ഇടപെട്ടപ്പോൾ ചിത്രം മാറിമറിഞ്ഞു. വാദിയായിരുന്ന കർഷകൻ പ്രതിയായി. പ്രതിയായിരുന്ന പാർട്ടി ഗുണ്ട വാദിയായി. മുഖം നോക്കാതെ ആക്ഷൻ എടുത്ത് എനിക്ക് അഞ്ചലിലേക്ക് ട്രാൻസ്ഫറും കിട്ടി. സർ, ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയ നീതി. സ്റ്റാൻലിക്ക് പുനലൂരിൽ രാഷ്ട്രീയ സ്വാധീനവും അധികാര ബന്ധങ്ങളുമുള്ള ചില ക്ലബ് അംഗങ്ങളെ പരിചയമുണ്ടായിരുന്നു. പ്ലാന്റർമാരും പോലീസ് ഓഫീസർമാരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ക്ലബിലെ മെമ്പർമാരാണ്. സ്റ്റാൻലി ആ സ്വാധീനം ഉപയോഗിച്ച് ചില മുന്നേറ്റങ്ങൾ നടത്തി. പത്ര റിപ്പോർട്ടർമാരെ അഞ്ജലിയിലെ വീട്ടിൽ വിളിച്ചു വരുത്തി വീട് തകർന്നതിന്റെ ഫോട്ടോ എടുപ്പിക്കുകയും കല്ലേറിലേക്ക് നയിച്ച സംഭവങ്ങൾ വിവരിക്കുകയും പോലീസിന്റെ നിഷ്ക്രിയത്വത്തെക്കുറിച്ച് ധർമ്മരോഷം കൊള്ളുകയും ചെയ്തു. പിറ്റേന്ന് പത്രങ്ങളുടെ ലോക്കൽ പേജിൽ വാർത്തയും ചിത്രവും വന്നു. അതിനുശേഷം പോലീസിന്റെ അന്വേഷണത്തിൽ നേരിയ ഉണർവ് ദൃശ്യമായി. എസ് ഐ സ്റ്റാൻലിയെ കണ്ടു പറഞ്ഞു. സാറിന്റെ ക്യാമ്പയിൻ ഒരു ചെറിയ ചലനം ഉണ്ടായിട്ടുണ്ട്. സംഗതി എന്താണെന്ന് അന്വേഷിച്ചു. റിപ്പോർട്ട് കൊടുക്കാൻ മുകളിൽ നിന്ന് ഓർഡർ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാമല്ലോ അല്ലേ? സ്റ്റാൻലി ചോദിച്ചു. വേണ്ടി വന്നാൽ 3-4 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യത്തിൽ വിട്ടയക്കാനുമാണ് ഉത്തരവ്. കോടതിയിൽ ഹാജരാക്കാതെ ജാമ്യത്തിൽ വിടത്തക്ക വിധത്തിൽ ലഘുവായ കുറ്റകൃത്യമേ പ്രതികളുടെ പേരിലുണ്ടാവൂ. എന്തായാലും സാറിന്റെ പരിശ്രമം തീർത്തും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൂടാ, എസ് ഐ പറഞ്ഞു. 3 ദിവസം കൂടി സ്റ്റാൻലി അഞ്ജലിയിലെ വീട്ടിൽ താമസിച്ചു. എസ് ഐ പറഞ്ഞതായിരുന്നു സത്യം. പ്രതികളെ പിടികൂടാൻ ആസൂത്രിതമായ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു സുപ്രഭാതത്തിൽ 3 പേരെ വീടിന് കല്ലെറിഞ്ഞുവെന്ന കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു മുൻധാരണയിൽ അവർ പോലീസിന് കീഴടങ്ങുകയായിരുന്നു എന്ന സത്യം അധികമാരും അറിഞ്ഞില്ല. കീഴടങ്ങിയ 3 പേരും ആ നാട്ടുകാരല്ലെന്നുള്ളതും സംഭവ ദിവസം അവർ അഞ്ചലിലോ പ്രാന്തപ്രദേശങ്ങളിലോ ഇല്ലായിരുന്നു എന്നതും കോടതിയിൽ കേസെത്തുമ്പോൾ എടുത്തു പ്രയോഗിക്കേണ്ട തുറുപ്പ് ഷീട്ടുകളായി അവശേഷിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ പ്രതികൾ ജാമ്യത്തിൽ പോയതോടെ ഒരു കാര്യം സ്റ്റാൻലിക്ക് ബോധ്യപ്പെട്ടു. ആരൊക്കെ എത്രയൊക്കെ പരിശ്രമിച്ചാലും ലോക്കൽ നേതാവിന്റെ നീതിയെ ഇവിടെ നടപ്പാകൂ. ഭരണം അവരുടെ കൈവശമാണ്.
പിന്നീട് വീടിന് നേർക്ക് ആക്രമണം ഒന്നും ഉണ്ടായില്ല. കുളത്തൂപ്പുഴയ്ക്ക് മടങ്ങുന്നതിന് മുൻപ് സ്റ്റാൻലിക്ക് ടാനിയെ ഒന്ന് ഗുണദോഷിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം അവളാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണക്കാരി. ഇനിയെങ്കിലും അവൾ നന്നായേ പറ്റൂ. അതിനാദ്യം ചെയ്യേണ്ടത് ഷാനുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുകയും അവനെപ്പറ്റിയുള്ള ഓർമ്മ പോലും മനസ്സിൽ നിന്നും പിഴുതു കളയുകയുമാണ്. പക്ഷേ ടാനിയയുമായി സംസാരിക്കാൻ അലീന സമ്മതിച്ചില്ല. പപ്പായ്ക്ക് പറയാനുള്ളതിൽ കൂടുതൽ അവൾക്കറിയാം. രക്ഷപ്പെടണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അവൾ അവന്റെ കൂടെ പോകാതിരുന്നതും അവളുടെ മൊബൈൽ ഫോൺ എന്നെ ഏൽപ്പിച്ചതും. അവളിപ്പോൾ പഠിപ്പ് മുടക്കി വീട്ടിൽ തന്നെ നിൽക്കുന്നത് പോലും അവനുമായുള്ള ബന്ധത്തിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടിയാണ്. ഒരു വാക്ക് പറഞ്ഞാൽ പോരെ അലീന അവൾക്ക്? നിന്നെ എനിക്ക് കാണണ്ട, നീയുമായി ഇനിമേൽ യാതൊരു ബന്ധവും എനിക്കില്ല, തീർന്നില്ലേ പ്രശ്നം? അവനെ പേടിച്ചാണോ അവൾ കോളേജിൽ പോകാതിരിക്കുന്നേ? ഞാൻ അവളെ കോളേജിൽ കൊണ്ടുപോയി വിടാം എല്ലാ ദിവസവും. പപ്പ, അവനെ പേടിച്ചല്ല, അവൾക്ക് അവളെ തന്നെയാണ് പേടി. നമ്മളൊക്കെ സ്നേഹത്തെ അളക്കുന്നത് പലതരം ലാഭനഷ്ടത്തോതുകൾ വച്ചല്ലേ? പണം, കീർത്തി, സമ്പത്ത്, തൊഴിൽ, കുടുംബം, തറവാടിത്തം, അങ്ങനെ എന്തെല്ലാം അളവുകോലുകൾ. അതേപ്പറ്റിയൊന്നും ധാരണയില്ലാതിരുന്ന പ്രായത്തിൽ സ്നേഹത്തിൽ വീണുപോയവളാ അവൾ. അത് അവളുടെ പ്രാണനിൽ പതിഞ്ഞുപോയി. പപ്പ അവളെ കണ്ടില്ലേ? 5-6 ദിവസം കൊണ്ട് പകുതിയായി. വേദനിച്ച് വേദനിച്ച അവളിവിടെ പിടിച്ചു നിൽക്കുന്നേ. നീ പിന്നെ ഇതെങ്ങനെ പരിഹരിക്കും? ഞാനല്ല, പപ്പ തന്നെ പരിഹാരം കാണണം. ഞാനോ? ഇതുങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകണം കുളത്തൂപ്പുഴയ്ക്ക്. ഈ വീട് അടച്ചുപൂട്ടണം. എൽസമ്മയടക്കം എല്ലാവരെയും? പപ്പയുടെ ഭാര്യയല്ലേ, പിന്നെന്താ? എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവളാണ്. എന്റെ അനുവാദമില്ലാതെ എന്നെ ധിക്കരിച്ചും വെല്ലുവിളിച്ചും. സ്റ്റാൻലി 2 നിമിഷം മൗനമായി നിന്നിട്ട് നിഷേധരൂപേണ തലയാട്ടിക്കൊണ്ട് തുടർന്നു. അവളുടെ ഓരോ പ്രവൃത്തിയിലും എന്നോടുള്ള ശത്രുത സൂചിമുന പോലെ കൂർത്തു നിന്നു. ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോട് ചെയ്യാവുന്ന ഏറ്റവും ക്രൂരവും നിന്ദ്യവുമായ പ്രവൃത്തി കൂടി അവൾ ചെയ്തു. മക്കളുടെ മുന്നിൽ എന്നൊരു നീച കഥാപാത്രമാക്കി മുദ്രകുത്തി. നമുക്കവരെ തിരുത്തണ്ടേ പപ്പ? അവരെ തിരിച്ചു കൊണ്ടുവരണ്ടേ? അതുകൊണ്ട് ഇനി ഗുണമൊന്നുമില്ല അലീന. പപ്പയ്ക്ക് തനിയെ ജീവിക്കുന്നതാണ് സുഖം, അല്ലേ? അലീന, ഈ ഒറ്റപ്പെടലിന് പുറകിൽ ഞാൻ അനുഭവിച്ചു തീർത്ത ഹൃദയവേദന എത്രയധികമാണെന്ന് നിനക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. ഇനി ഒരിക്കൽ കൂടി എനിക്കത് താങ്ങാൻ പറ്റില്ല. നീ എന്നെ തിരുത്താൻ ശ്രമിക്കരുത്. ഒരു തോക്കൻ കുഴൽ എന്റെ തന്നെ ചെവിയിലേക്ക് തിരികി നെറിയൊഴിക്കുന്നതാണ് അതിനേക്കാൾ എനിക്ക് അഭിമാനം. കഠിനമായ അന്തസ്തോപത്താൽ സ്റ്റാൻലിയുടെ ശബ്ദം വിറകൊണ്ടു. സ്ത്രീ തന്റെ മക്കളെ അവരുടെ അച്ഛനെതിരെ പകപോക്കാനുള്ള ആയുധമാക്കി അധപതിക്കുമ്പോൾ ഒരച്ഛൻ അനുഭവിക്കുന്ന നിസ്സഹായതയും വേദനയും എത്രയാണെന്നറിയണമെങ്കിൽ നീയൊരു പുരുഷനായിട്ട് ജനിക്കണം. സ്റ്റാൻലിക്ക് പിന്നെയും പൂരിപ്പിക്കാനുണ്ടായിരുന്നു. എന്നാൽ രോഷാധിക്യം കൊണ്ട് വാക്കുകൾ കിട്ടിയില്ല. അയാൾ സിറ്റൗട്ടിൽ നിന്നിറങ്ങി ജീപ്പിനടുത്തേക്ക് പോയി. അലീന ചുമരിലേക്ക് ചാരി. അവൾക്ക് തളർച്ച തോന്നി. ഇത്രയൊക്കെ വാരിയടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് തോറ്റുപോവുകയാണോ? അവളുടെ കണ്ണു നീറി. സ്റ്റാൻലിയുടെ ജീപ്പ് ഗേറ്റ് കടന്ന് ദൃഷ്ടിപഥത്തിൽ നിന്ന് മറയുന്നത് ഓളം വെട്ടുന്ന ജലച്ചായ പോലെ അവൾ കണ്ടു. വലിയൊരു മഴ പെയ്തു തോർന്നതേയുള്ളൂ. ആകാശം പിന്നെയും കാർമേഘങ്ങളെ കൊണ്ട് മൂടിക്കിടന്നു. വീണ്ടും ഒരു പേമാരിയുടെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ആകാശത്ത് ഇടിമുഴങ്ങുകയും മിന്നലുകൾ പുളഞ്ഞു പായുകയും ചെയ്തുകൊണ്ടിരുന്നു. ശക്തിയായി വീശിക്കൊണ്ടിരുന്ന കാറ്റിൽ ഇലകൾ പറന്ന് ജനലിലൂടെ എൽസമ്മയുടെ മുറിയിലേക്ക് വീണു. മുറിയുടെ മൂലയ്ക്ക് ചോർന്നു വീണ മഴവെള്ളം തുടക്കുകയായിരുന്നു അലീന. ഗേറ്റിൽ നിന്ന് ഒരു ബൈക്കിന്റെ ഹോൺ ശബ്ദം കേട്ടപ്പോൾ അലീനയ്ക്ക് പന്തികേട് തോന്നി. ബബിത പെട്ടെന്ന് മുറിയിലേക്ക് ഓടി വന്നു. അലീന ചേച്ചി, അവൻ വന്നിരിക്കുന്നു ഷാൻ. അലീന ടവലുമായി നിവർന്നു. ആരൊക്കെയുണ്ട് കൂടെ? അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നീ ചെന്ന് നായ്ക്കൂട് തുറന്നു വിട്ടേക്ക്. അവൻ ഗേറ്റിനകത്ത് അതിക്രമിച്ച് കയറരുത്. ബബിത അപ്പോൾ തന്നെ നായ്ക്കൂടിന്റെ സമീപത്തേക്ക് പോയി. അലീന കിച്ചണിൽ വന്ന് ജനലിലൂടെ ഗേറ്റിലേക്ക് നോക്കി. ബൈക്ക് ഗേറ്റിനോട് ചേർത്ത് വെച്ച് അതിൽ ചാരി ശാന്തനായി നിൽക്കുകയാണ് ഷാൻ. ഇടയ്ക്കിടെ വഴിപാടെന്ന പോലെ ഹോണടിക്കുന്നുണ്ട്. അലീന ടാനിയയുടെ മുറിയിൽ ചെന്നു. ടാനിയയും ജനാലയ്ക്കടുത്ത് നിൽപ്പുണ്ട്. ജാലകവിരിക്ക് മറഞ്ഞാണ് നിൽക്കുന്നതെങ്കിലും അവൾക്ക് അവനെ കാണാം. അലീനയുടെ കാലൊച്ച കേട്ട് അവൾ മുഖം തിരിച്ചു. അവളുടെ മുഖത്ത് വികാരങ്ങളുടെ വേലിയേറ്റം കാണാമായിരുന്നു. അവളുടെ ഹൃദയം കുതിച്ചു തുള്ളുന്നുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. കസ്തൂരിമാൻ അതിന്റെ ഇണയെ തേടി എത്തിയിരിക്കുന്നു. മലഞ്ചെരിവുകളെ തഴുകി വരുന്ന കാറ്റിൽ കലർന്ന കസ്തൂരി ഗന്ധം തിരിച്ചറിഞ്ഞ മാൻപേട കാതരമായ മിഴികളോടെ തലയുയർത്തി ഗ്രാണിച്ച് ചുവടുകൾ ഇളക്കി ചവിട്ടി പരിഭ്രമിച്ചു നിൽക്കുന്നു. അലീനയുടെ മുൻപിൽ ടാനിയ മുഖം താഴ്ത്തി. അലീന അങ്ങനെ തന്നെ നിന്നു. ഷാൻ ഗേറ്റിനരികിൽ നിന്ന് മാറിയതേയില്ല. കണ്ടിട്ടേ പോകൂ എന്ന മട്ടിൽ ഉറച്ച ഒരു നിൽപ്പ്. ഇടയ്ക്കിടെ ഹോൺ ശബ്ദം.
ഒടുവിൽ ടാനിയ മുഖമുയർത്തി. ഞാൻ പോയി കണ്ടോട്ടെ ചേച്ചി, അവൾ ചോദിച്ചു. എന്തിന്? എന്തിനാ വന്നതെന്ന് ചോദിക്കാൻ? വന്നത് എന്നെ കാണാനല്ലെന്ന് നിനക്കറിയാമല്ലോ. എന്നാൽ ചേച്ചി എന്ന് പറ, പൊയ്ക്കൊള്ളാൻ. അങ്ങനെ നിൽക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. ടാനിയ കരച്ചിലിന്റെ വക്കത്തോളം എത്തി. അലീന രണ്ടും കൽപ്പിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. എന്തിനാണ് ഷാൻ വന്നത്? അലീന ശാന്തസ്വരത്തിൽ ചോദിച്ചു. എനിക്ക് ടാനിയെ ഒന്ന് കാണണം, അവൻ തളർന്ന സ്വരത്തിൽ പറഞ്ഞു. എന്തിന്? ഇത്രയും ഉപദ്രവിച്ചത് പോരെ? അവൾക്കും ഈ കുടുംബത്തിനും മാനക്കേടുണ്ടാക്കി. പോലീസും കേസും വഴക്കുമായി വീട് കല്ലെറിഞ്ഞ് തകർത്തു. ഇനിയെങ്കിലും അവളെ വെറുതെ വിട്ടുകൂടെ? അലീന ചോദിച്ചു. ഷാൻ ബൈക്കിന്റെ ടാങ്ക് ബാഗിൽ കൈയിട്ട് ഒരു കെട്ട് കവറുകൾ എടുത്തു. ഇതെല്ലാം അവൾ എനിക്ക് തന്ന പ്രേമലേഖനങ്ങളാ. ഇത് തിരിച്ചു കൊടുക്കണം, യാത്ര പറയണം, അത്രയുള്ളൂ. അതിനി അവൾക്ക് വേണ്ട, കത്തിച്ചു കളഞ്ഞേക്ക്, അലീന പറഞ്ഞു. പറ്റില്ല, ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കണം. എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. ഞാൻ പോലീസിനെ വിളിക്കും, അലീന ഭീഷണിപ്പെടുത്തി. വിളിച്ചോ, അപ്പൊ സംഗതി കുറച്ചുകൂടെ വഷളാകും. പിന്നെ ഞാൻ ഒറ്റക്കായിരിക്കില്ല അവളെ കാണാൻ വരുന്നേ. നിങ്ങളുടെ പട്ടികളെയൊക്കെ രണ്ട് വാരിക്കുന്തത്തിൽ കോർക്കാനേയുള്ളൂ. ഷാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. പക്ഷേ നില തെറ്റിയിട്ടില്ല. പറഞ്ഞത് കേട്ടല്ലോ, അവൾ എന്റെ ഭാര്യയാണ്, കണ്ടിട്ടേ ഞാൻ പോകൂ. മഴ പെയ്താലും ഇടിവെട്ടിയാലും ഇരുട്ട് വീണാലും. അലീന ഒന്നും മിണ്ടാതെ തിരികെ വീട്ടിലേക്ക് കയറിപ്പോയി. ടാനിയ ഓടിപ്പിടഞ്ഞ് അവളുടെ അടുത്തെത്തി. എന്തു പറഞ്ഞു ചേച്ചി? നിന്നെ കാണാനാ വന്നതെന്ന്. ഞാൻ ഞാൻ പോയി കണ്ടോട്ടെ? മോളെ, അത് വേണ്ട. അതുകൊണ്ട് യാതൊരു ഫലവുമില്ല. ടാനിയയുടെ കണ്ണു നിറഞ്ഞു. ഷാനിനോട് പോയിക്കൊള്ളാൻ ചേച്ചി പറഞ്ഞില്ലേ? പറഞ്ഞു, നിന്നെ കണ്ടിട്ടേ പോകൂ എന്ന് പറയുന്നു. എനിക്കത് അത്ര ശരിയായിട്ട് തോന്നിയില്ല. ഗേറ്റിൽ നിന്ന് ഹോൺ ശബ്ദം കേട്ടു. കാറ്റ് ആഞ്ഞടിച്ച് എവിടെയോ ജനാലപ്പാളി ശക്തിയായി അടഞ്ഞു. കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു മിന്നൽ, ചെകിട് പൊട്ടുന്ന ഇടിനാദം. വാതിലുകളും ജനലുകളും വിറപൂണ്ടു. ഷാൻ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. എന്റെ ചങ്ക് പൊടിയുന്നു. ടാനിയ തേങ്ങി. ഞാൻ ചെന്ന് പറഞ്ഞയച്ചോട്ടെ ചേച്ചി? അവൻ പൊയ്ക്കോളും മോളെ. ഇല്ല, എന്നെ കാണാതെ പോവില്ല, എനിക്കറിയാം. ചേച്ചി എന്നെ തടയരുത്. ടാനിയ മുറിവിട്ടിറങ്ങി. മോളെ, അരുത്. ഞാൻ അവന്റെ കൂടെ ഓടിപ്പോവത്തില്ല, പോരെ? സിറ്റൗട്ടിലെത്തിയതും അവൾ ഓടി മുറ്റത്തിറങ്ങി. അലീനയും പിന്നാലെ ചെന്നു. നായ്ക്കൾ ഗേറ്റിനരികെ മണം പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നോട് സംസാരിച്ചാൽ മതിയേ. ടാനിയ ഗേറ്റിനടുത്തേക്ക് നീങ്ങിയപ്പോൾ അലീന പറഞ്ഞു. ഷാൻ എന്തിനാ വന്നേ? പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട, ടാനിയ സങ്കടത്തോടെ അഭ്യർത്ഥിച്ചു. ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാ, അവൻ പറഞ്ഞു. വേണ്ട, ഇനി വരണ്ട. ഷാൻ ഞങ്ങളോട് എന്തെല്ലാം ദ്രോഹം ചെയ്തു. ഒക്കെ നിനക്ക് വേണ്ടിയാ. എനിക്ക് തന്ന വാക്ക് നീ തെറ്റിച്ചല്ലോടി. ഞാൻ വിളിക്കുമ്പം ഇറങ്ങി വരാമെന്നും ഏത് നരകത്തിലായാലും നമുക്ക് ഒന്നിച്ച് ജീവിക്കാമെന്നും സത്യം ചെയ്ത് പറഞ്ഞിരുന്നല്ലേ നീ? ഷാൻ, നമുക്കതിനുള്ള പ്രായമായിട്ടില്ല. സമയം വരുമ്പോ ഞാൻ എൻ്റെ വാക്കു പാലിക്കും. ഞാൻ വേറെ കല്യാണം കഴിക്കത്തില്ല. ഷാന് നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് നന്നായിട്ട് ജീവിക്കുമ്പം. അതൊന്നും നടക്കാൻ പോകുന്നില്ലടി. ഇപ്പം നീ എന്നെ ഉപേക്ഷിച്ച അത് എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചതുപോലെയാ. എനിക്ക് പഠിക്കണ്ടേ ഷാൻ? എനിക്കൊരു ജോലി വേണ്ടേ? ഈ ഐഡിയ ഒക്കെ നിന്റെ അലിനി ചേച്ചി കുത്തിവെച്ചതല്ലേ? മുൻപ് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഷാൻ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഇനി നിന്നെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഈ നിമിഷം നീ എൻ്റെ കൂടെ വരണം. വരാൻ പറ്റുമോ നിനക്ക്? ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആൾക്കൂട്ടമില്ല, പാർട്ടിക്കാരില്ല, കൂട്ടുകാരുമില്ല. ടാനിയുടെ നോട്ടമൊന്ന് പാളി. അലീന അരികെ നിൽക്കുന്നു. ഞാൻ വരില്ല ഷാൻ, നിർബന്ധിക്കരുത്. ശരി, നമുക്കിവിടെ വെച്ച് പിരിയാം. ഇനി വേറൊരു യാത്ര പറച്ചിൽ വേണ്ട. നീ എനിക്ക് തന്ന എഴുത്തുകളാ ഇത്. ഇത് നീ തന്നെ വെച്ചോ. എനിക്കിനി ഇത് ആവശ്യമില്ല. ടാനി അത് കേട്ട് വിതുമ്പിക്കരഞ്ഞു. പിന്നൊരു കാര്യം, എൻ്റെ മൊബൈൽ ഫോൺ എനിക്ക് തിരിച്ചു തരണം. ടാനിയെ തിരിഞ്ഞ് ദയനീയമായി അലീനയെ നോക്കി. അവളാണ് മൊബൈൽ ഫോൺ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പം എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അലീന വേഗം തിരിഞ്ഞ് വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. ദാ, ഇത് നിന്റെ കയ്യിലിരുന്നോട്ടെ. ഷാൻ ഗേറ്റിന്റെ അഴികൾക്കിടയിലൂടെ കത്തുകളിരുന്ന കൈ കടത്തി. ടാനിയ കരഞ്ഞുകൊണ്ട് ഗേറ്റിനടുത്തേക്ക് നീങ്ങി അത് വാങ്ങി. നമുക്കിനി ഒരിക്കലും ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല അല്ലേ? ഷാൻ ഒരു ചെറു ചിരിയോടെ ചോദിച്ചു. ടാനിയ വിങ്ങിപ്പൊട്ടി. സാരമില്ല, ഞാൻ സഹിച്ചോളാം. അവൻ കണ്ണു ചിമ്മി. എനിക്ക് എനിക്കൊരു ഉമ്മ താടി അവസാനമായിട്ട്. ഇനി നമ്മൾ തമ്മിൽ ഒന്നുമില്ലല്ലോ. ടാനിയ വിങ്ങിക്കരഞ്ഞുകൊണ്ട് ഗേറ്റിനോട് ചേർന്ന് നിന്നു. ഷാൻ അഴികളുടെ വിടവിലൂടെ തന്റെ മുഖം ചേർത്ത് വെച്ചു. ടാനിയ കണ്ണീരോടെ അവന്റെ നെറ്റിയിൽ ചുംബിച്ചു. എന്നോട് ക്ഷമിക്കണം, അവൾ യാചിച്ചു. ഇല്ല, ഷാൻ മന്ത്രിച്ചു. എന്നെ കളഞ്ഞിട്ട് നീ ജീവിച്ചിരിക്കണ്ട.
പൊടുന്നനെ ഷോക്കേറ്റ പോലെ ടാനിയെ ഞെട്ടി. മുഖം കുനിച്ച് താഴേക്ക് നോക്കി. വസ്ത്രത്തിനുള്ളിലേക്ക് കയറിപ്പോയ കഠാരയുടെ പിടിയിൽ മുറുകെ പിടിച്ച മുഷ്ടി മാത്രം അവൾ കണ്ടു. അലീന മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് സിറ്റൗട്ടിലേക്ക് കടന്നതും അലീന ചേച്ചി എന്ന് വിളിച്ച് ടാനിയ അലറി കരയുന്നത് കേട്ടു. ഗേറ്റിന്റെ അഴികൾക്കിടയിലൂടെ ഇടതുകൈ കടത്തി ടാനിയെ ചുറ്റിപ്പിടിച്ച് വലതു കൈകൊണ്ട് വയറ്റിൽ കുത്തിയിറക്കിയ കഠാര വലിച്ചൂരി ഷാൻ വീണ്ടും കുത്തുന്നത് കണ്ട് അലീന ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു. ടാനിയുടെ കയ്യിൽ നിന്ന് കത്തുകളുടെ കെട്ട് ഊർന്നു വീണു. മോളെ! ആർത്തമായ ഒരു നിലവിളിയോടെ സ്വന്തം കുഞ്ഞിനടുത്തേക്ക് ഉഴറിയെത്തുന്ന മൃഗത്തെ പോലെ അലീന ഗേറ്റിലേക്ക് പാഞ്ഞു. മൊബൈൽ ഫോൺ എവിടെയോ വീണുപോയി. ടാനിയുടെ പുറകിലെത്തിയ അലീന ഇരു കൈകൊണ്ടും അവളെ വാരി പിടിച്ചു. സർവശക്തിയും എടുത്ത് പുറകോട്ട് വലിച്ചു. അതിനിടയിൽ ഷാൻ ഒരു കുത്തുകൂടി കുത്തി. ഷാന്റെ പിടി വിടുവിച്ച് ടാനിയെയും കൊണ്ട് അലീന പിന്നോട്ട് മലച്ചു വീണു. ചോര ഇറ്റുവീഴുന്ന കഠാരയും കയ്യിൽ പിടിച്ച ഷാൻ ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചു. ഒരു ഭ്രാന്തൻ കൊലയാളിയെപ്പോലെ അവൻ സ്വയം ഒന്നമറി. അവന് അലീനയെ കൂടി ആക്രമിക്കണമെന്നുണ്ടായിരുന്നു. ഗേറ്റ് പൂട്ടിയിരുന്നതിനാൽ അത് തുറക്കാൻ അവന് സാധിച്ചില്ല. ഷാൻ ഇടത് കൈ അകത്തേക്കിട്ട് വിക്കറ്റ് ഗേറ്റിന്റെ ഓടാമ്പലെടുക്കാൻ ശ്രമിച്ചു. ഒരു നായ ഗർജിച്ചുകൊണ്ട് അവന്റെ കൈയുടെ നേർക്ക് ചാടി. അവൻ കൈ പിൻവലിക്കും മുൻപേ കൈത്തണ്ടയിൽ കടി വീണു. വേദന കൊണ്ട് അവനൊന്നലറി. നായ ഒരു കടുവയെ പോലെ അവന്റെ കൈ കടിച്ചു കുടഞ്ഞു. ഷാൻ കൈ വല്ലവിധേനയും ഗേറ്റിന്റെ അഴികൾക്കിടയിലൂടെ വലിച്ചെടുത്തു. അവന്റെ കൈത്തണ്ടയിൽ നിന്ന് കുറെ മാംസം ചീന്തിപ്പോയി. അവന്റെ കയ്യിൽ നിന്ന് ചോര ഒഴുകിക്കൊണ്ടിരുന്നു. അലീനയും ടാനിയും വീണു കിടക്കുന്നിടത്തേക്ക് ഷാൻ ഒന്നുകൂടി നോക്കി. ടാനിയയ്ക്ക് അനക്കമൊന്നുമില്ല. അവളുടെ ഉടൽ ചോരയിൽ കുതിർന്നിരുന്നു. കടാരക്കുത്തറ്റ് തുളഞ്ഞ ചുരിദാറിന്റെ പഴുതുകളിലൂടെ തിളച്ചു പൊന്തുന്നത് പോലെ ചോര വരുന്നത് കാണാമായിരുന്നു. ഷാൻ കഠാര താഴെയിട്ടു. കയ്യിൽ പുരണ്ട രക്തം ഷർട്ടിൽ തുടച്ചു. ഇടത് കൈയിൽ പട്ടി കടിച്ച് ചീന്തി തൂങ്ങിക്കിടന്ന മാംസപ്പാളിയിലൂടെ ചോര ഒലിച്ചു വീഴുന്നുണ്ടായിരുന്നു. അവൻ അത് വകവയ്ക്കാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ബൈക്കിൽ ഇരുന്നു കൊണ്ട് ഒന്നുകൂടി ടാനിയെ നോക്കി. അടുത്ത നിമിഷം ബൈക്ക് ഗിയറിലിട്ട് ഓടിച്ചുപോയി. ടാനിയയുടെ വയറിനു മീതെ ചുറ്റിപ്പിടിച്ചിരുന്ന അലീനയുടെ കൈ രണ്ടും മുട്ടിന് കീഴ്പോട്ട് രക്തത്തിൽ കുതിർന്നു. ഷാൻ കുത്തിയ നാലാമത്തെ കുത്തിൽ അവളുടെ കൈക്ക് മുറിവേറ്റിരുന്നു. ഷാൻ പോയിക്കഴിഞ്ഞതോടെ ടാനിയെ ഒരു വശത്തേക്ക് ചെരിച്ചു കിടത്തി അലീന എഴുന്നേറ്റിരുന്നു. ടാനിയയുടെ ശരീരം മണ്ണിൽ കുഴഞ്ഞു കിടന്നു. ടാനിയ മോളെ! അലീന അവളെ കുലുക്കി വിളിച്ചു. അനക്കമൊന്നുമില്ല. അവളുടെ മിഴികൾ പാതി അടഞ്ഞിരുന്നു. സിറ്റൗട്ടിൽ വന്ന് മുറ്റത്തെ കാഴ്ച കണ്ട് സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു ബബിതയും ടെൽസയും. ടോജോ സിറ്റൗട്ടിലേക്ക് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അലീന ബബിതയെ വിളിച്ചുവെങ്കിലും ഭയാധിക്യം കാരണം അവൾക്ക് ശബ്ദം കിട്ടിയില്ല. കൈ ഉയർത്തി ആംഗ്യം കാട്ടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ബബിത ഓടിയെത്തി. പുറകെ ടോജോയും. ടെൽസയും വന്നു. ഒന്ന് താങ്ങിപ്പിടിച്ച മോളെ, അലീന ആദിയോടെ പറഞ്ഞു. ടോജോ, നീ കാറിന്റെ ഡോർ തുറന്നു പിടിക്ക്. ബബിതയും അലീനയും ടെൽസയും കൂടി ടാനിയെ താങ്ങിയെടുത്തെങ്കിലും 2 ചുവട് വയ്ക്കുമ്പോഴേക്കും ചോര കാരണം വഴുതി പിടുത്തം വിട്ടു. ടാനിയുടെ ശരീരം മുറ്റത്തേക്ക് ഊർന്നു വീണു. അലീന റീത്താമ്മയുടെ വീടിന് നേർക്ക് നോക്കി. അവിടെ ടെറസിൽ റീത്താമ്മയും ജൂലിയയും ജെറിയും നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഇടതുഭാഗത്തെ അയൽവീടിന്റെ സിറ്റൗട്ടിൽ നോക്കിക്കൊണ്ട് നിന്നവർ പെട്ടെന്ന് അകത്തേക്ക് വലിഞ്ഞു. അലീന കരഞ്ഞുകൊണ്ട് വീടിനുള്ളിലേക്ക് ഓടി. തറയിൽ അവളുടെ ചോര പുരണ്ട കാൽപ്പാടുകൾ തെളിഞ്ഞു കിടന്നു. കാറിന്റെ താക്കോൽ എടുത്തുകൊണ്ട് അവൾ പാഞ്ഞു വന്ന് കാർ സ്റ്റാർട്ടാക്കി റിവേഴ്സ് എടുത്ത് തിരിച്ച് ടാനിയ കിടന്നതിന്റെ സമീപം നിർത്തി. അതിന്റെ ബാക്ക് ഡോർ തുറന്നു വെച്ചു. അനന്തരം അവളും ടെൽസയും ടോജോയും ബബിതയും കൂടി ടാനിയയുടെ ശരീരം താങ്ങിയെടുത്ത് കാറിൽ കിടത്തി. ചോരയുടെ രൂക്ഷഗന്ധം അടിച്ച് ബബിതയ്ക്ക് മനം പിരട്ടി. ഭീതിയും ആദിയും കൊണ്ട് അവൾ വിവശയായി കഴിഞ്ഞിരുന്നു. അവൾ മാറി കുനിഞ്ഞു നിന്ന് ഓക്കാനിച്ചു. മോളെ, നീ ഇവിടെ നോക്കിക്കൊള്ളണം. പപ്പയെ വിളിച്ച് പറയണം. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുക. ടോജോ, കാറിൽ കയറ്. അവൻ അകത്ത് കയറി ഡോർ അടയ്ക്കുന്നതിന് മുൻപേ അലീന കാർ മുന്നോട്ടെടുത്തു. ഗേറ്റിനടുത്തെത്തിയ ശേഷം ഡോർ തുറന്നിറങ്ങി. കീച്ചയിൽ നിന്നും ഗേറ്റിന്റെ താക്കോൽ തിരഞ്ഞു പിടിച്ച് ഗേറ്റ് തുറന്നിട്ടു. വീണ്ടും തിരിച്ച് കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. സ്റ്റിയറിംഗിൽ പിടിച്ച് തിരിക്കുമ്പോൾ അവളുടെ കൈ വഴുവഴുക്കുന്നുണ്ടായിരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.